നെക്സ്റ്റ് ടോപ്പിക്ക് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയറാണിത്. അഥവാ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, ബിഗ് പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സൊക്കെയാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. അങ്ങനെ വലിയ ലാർജ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള സെയിൽ ഡെപ്പോസ് ഉള്ള ഇതൊക്കെയാണ് ഇത് ഈ രീതിയിലുള്ള ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യാറ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാഞ്ചസിൻ്റെയും എല്ലാ ബ്രാഞ്ചസിൻ്റെയും അല്ലെങ്കിൽ സെയിൽസ് ഡെപ്പോസിൻ്റെയൊക്കെ കൺസേൺഡ് രജിസ്റ്റർ ഇങ്ങനെ എവരി ഡേ എല്ലാ ദിവസവും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര പണിയാണ്. ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും, ഒരുപാട് ഐറ്റംസുകൾ സ്റ്റോക്കിൽ, ഓരോ ബ്രാഞ്ചിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഈ റിസ്ക് ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവന്നാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. അപ്പോൾ അക്കൗണ്ടിങ്ങിലുള്ള ആ ഒരു ഡിഫിക്കൽട്ട്നെസ്, അക്കൗണ്ടിങ്ങിലുള്ള ഈ വലിയ ബ്രാഞ്ചസുകളുള്ള ഹോൾസെയിൽ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സിലൊക്കെ ഉള്ള വലിയ ഡിഫിക്കൽട്ടീസുകൾ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇതിന് ഒരു മെയിൻ ഫീച്ചർ പറഞ്ഞാൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മെയിൻ സ്റ്റോക്ക് വേറെ, റീറ്റെയിൽ സ്റ്റോക്ക് വേറെ എന്നുള്ളത്. അപ്പോൾ നമുക്കത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ സ്റ്റോക്കിൻ്റെ കസ്റ്റഡിയും സെക്രട്ടറിയാണ്. റീറ്റെയിൽ സ്റ്റോക്ക് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ അത് അതിൻ്റെയൊക്കെ അക്കൗണ്ട് അവർക്ക് പ്രത്യേകം ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും വിടുന്ന സ്റ്റോക്കുകളുടെ കറക്റ്റ് വാല്യൂസ് അത് എപ്പോഴാണോ വിടുന്നത് അപ്പോൾ ആ രജിസ്റ്ററിൽ ഓരോ സെയിൽസ്മാൻ്റെയും, ഇപ്പോൾ സെയിൽസ്മാനാണ് എടുത്ത് വെച്ച് സെയിൽസ്മാൻ്റെ രജിസ്റ്ററിൽ അത് മാനേജർ എടുത്ത മാനേജറുടെ രജിസ്റ്ററിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. പിന്നെ ബ്രാഞ്ച് മാനേജറാണ് ഇപ്പോൾ സെയിൽസ്മാൻ ഈസ് ക്രെഡിറ്റഡ് ദെയർ അക്കൗണ്ട്സ് ഇൻ ദ ലാബിലിറ്റി രജിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഇവരെന്ത് ചെയ്യണം, ഇപ്പോൾ ഓരോരുത്തരുടെയും പേരിലായിരിക്കുമല്ലോ അക്കൗണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് മാനേജർ എടുത്ത സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ്മാൻ എടുത്ത അതിങ്ങനെ അവരെന്ത് ചെയ്യണം, ആ ലാബിലിറ്റി ഇങ്ങനെ രജിസ്റ്ററിൽ ഇങ്ങനെ അവരവരെന്ത് ചെയ്യണം, ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അവരവരെടുത്ത സ്റ്റോക്കിൻ്റെ വെരിഫിക്കേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കണം. പെർട്ടിക്കുലർ പീരീഡ് ആകുമ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യും. ഷോർട്ടേജ് കണ്ടാൽ ബ്രാഞ്ച് മാനേജറോ സെയിൽസ്മാൻ ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ. ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിരിക്കും റെസ്പോൺസിബിൾ. പിന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അത് ആ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യണം സെക്രട്ടറിക്ക്. അതിന് നോട്ടിങ് ദ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ലാബിലിറ്റി രജിസ്റ്റർ. ലാബിലിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഇവിടെ കീപ്പ് ചെയ്യും. ആ രജിസ്റ്ററിലാണ് നമ്മൾ എല്ലാം എഴുതുകയൊക്കെ ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഈ അൺനെസസറി ആയിട്ടുള്ള ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു അക്കൗണ്ട് മെയിൻ്റനൻസ്, അതേപോലെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാം. ഈസി സ്റ്റോക്ക് ടേക്കിംഗ് നടത്താം. പിന്നെ ഓവർ സ്റ്റോക്കിങ് ഒക്കെ ഒഴിവാക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കൺസ്യൂമർ ഫെഡ് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. കൺസ്യൂമർ ഫെഡ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ 1965 വന്നത്. അതിൻ്റെ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹെഡ് കൊച്ചിയിലാണ്. ഇതിൻ്റെ എപ്പെക്സ് ബോഡി, ഏറ്റവും മുകളിലുള്ള ബോഡി എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള.
ഇത് രജിസ്റ്റർ ചെയ്തത് 4 ഒക്ടോബർ 1965 ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 7 ഒക്ടോബർ 1965. ഓർഗനൈസ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ആൻഡ് അസിസ്റ്റ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ദ സ്റ്റേറ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹോൾസെയിൽ സ്റ്റോഴ്സിൻ്റെയും അല്ലെങ്കിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെയും പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ, മൊത്തം സ്റ്റേറ്റ് ഓഫ് കേരള. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിൽ മെമ്പേഴ്സാണ്. പ്രൈമറി കോപ്പറേറ്റീവ് സ്റ്റോർ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ കൺസ്യൂമർ ആർട്ടിക്കിൾസ് അഡ്മിറ്റഡ് നോമിനൽ ഓർ അസോസിയേറ്റഡ് മെമ്പേഴ്സാണ്. അപ്പോൾ അവരൊക്കെ മെമ്പേഴ്സാണ്. 99% പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഷെയർസാണുള്ളത്. എ ക്ലാസ് ഷെയർസ്, ബി ക്ലാസ് ഷെയർസ്, സി ക്ലാസ് ഷെയർസ്. എ ക്ലാസ് ഷെയർസ് 500 രൂപയാണ്. അഫിലിയേറ്റഡ് സൊസൈറ്റീസിനാണ് അത് ഇഷ്യൂ ചെയ്യുക, അഫിലിയേറ്റഡ് സൊസൈറ്റിയാണ് അത് ഇഷ്യൂ ചെയ്യുക. ബി ക്ലാസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ഇഷ്യൂഡ് ടു ഗവൺമെൻറ്റിനാണത്. സി ക്ലാസ് ഷെയർസ് 100 രൂപയുള്ളൂ, നോമിനൽ ഓർ അസോസിയേറ്റ് പേഴ്സൺസിനാണ്. പിന്നെ ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള മെമ്പേഴ്സാണുള്ളത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അതിൽ ഡിസ്ട്രിക്ട് 14 ഉണ്ടാവും, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി 11, അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് 1. അങ്ങനെ അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷനാണ് 64.82, 0.11, 5577.49. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കൺസ്യൂമർ ഫെഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്. To make bulk purchases, consumer goods and supply them to the affiliated wholesale stores. ബൾക്കായിട്ട് മൊത്തമായി പർച്ചേസ് ചെയ്തിട്ട് കൺസ്യൂമർ ഗുഡ്സ് സപ്ലൈ ദം ടു ദ അഫിലിയേറ്റഡ് ഹോൾസെയിൽ സ്റ്റോഴ്സിന്, അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഹോൾസെയിൽ സ്റ്റോഴ്സിന് എന്ത് ചെയ്യുക, ഹോൾസെയിൽ സ്റ്റോഴ്സിന് കൊടുക്കുക. പിന്നെ സ്റ്റോറേജ്, ഗ്രേഡിങ്, പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അതൊക്കെ നടത്തുക. പിന്നെ ഓപ്പറേറ്റ് മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, പിന്നെ പ്രോസസ്സിങ് നടത്തുക. അതേപോലെ തന്നെ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ്, റീജിയൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിനെയൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഓപ്പൺ ചെയ്യുക. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് ഇതർ ത്രൂ ലോക്കൽ പർച്ചേസ്, ഇമ്പോർട്ട്, വേറെവർ നെസസറി, അതൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഏജൻറ്റൊക്കെ ആയിട്ട് ചെയ്യാതെ കൺസ്യൂമർ ഗുഡ്സ് ഡെവലപ്പ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. അതേപോലെ തന്നെ പ്രൊമോഷൻ, ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, പ്രൊമോഷൻ, ഇൻട്രസ്റ്റ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സുകളൊക്കെ നടത്തുക. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, കറക്റ്റായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഗുഡ്സ് കറക്റ്റായിട്ട് എത്തിക്കുക. അതന്നെ എല്ലാവർക്കും ആവശ്യക്കാർക്ക് കറക്റ്റായിട്ട് അത് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ 14, ഗവൺമെൻറ് നോമിനീസ് 3 വേണം, പിന്നെ മാനേജിങ് ഡയറക്ടർ 1 വേണം, മൊത്തം 18. അതിൽ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഗവൺമെൻറ് നോമിനീസുകളും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുകളൊക്കെ ഇതിലെ അംഗങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. The central administrative office, head office is situated at Gandhinagar, Ernakulam. It has 11 region offices also in the state. 11 റീജിയണൽ ഓഫീസസുകൾ ഇതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക, നോക്കുക.